വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കുടുംബമാണല്ലേ നിങ്ങളുടെ സ്വർഗരാജ്യം. നിങ്ങളുടെ മാത്രമല്ല നമ്മളെല്ലാവരുടെയും. എല്ലാരും വന്നിട്ടുണ്ടല്ലോ പാർട്ടിക്ക്. എടുക്കണ ഫോട്ടോ. ਅੱਜ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ। ਹਾਏ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ। ਅੱਖੀਆਂ ਚੋਂ ਡਿੱਗਦੇ ਹੰਝੂ ਖੁਸ਼ੀਆਂ ਦੇ, तेरी बन जाना अज तू सजना वे। अखियां चो डिगदे हंजू खुशियां दे, तेरी बन जाना अज तू सजना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। दिल नहीं लगता है वे आके तू ले जावे, मैं तेरे इंतजार च तकदियां राह। अखियां चो डिगदे हंजू खुशियां दे, तेरी बन जाना अज तू सजना वे। अखियां चो डिगदे हंजू खुशियां दे, तेरी बन जाना अज तू सजना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे, ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे।
വെള്ളിയരുത്തി ഖുർആൻ ഖാദിർ ഫാമിലി യൂണിറ്റിന്റെ പരിപാടികൾ ഇൻഷാ അല്ലാഹ് ദുആയോടുകൂടി ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകളും പരിപാടികളും തുടർന്നുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം നമ്മുടെ 2 മാമാമാരും അവരുടെ ഫാമിലിയും ഒക്കെ ഇവിടെ എത്തിച്ചേരും ഇപ്പൊ തന്നെ. അപ്പൊ അത് അവരുടെ അംഗീകാരത്തോടും അനുവാദത്തോടും കൂടി നമ്മളിവിടെ ദുആ ചെയ്ത് തുടങ്ങുകയാണ്. ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാക്കാനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ഇലാ ഹദ്റത്ത് റൂഹ് നബീനാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നമ്മുടെ ഈ കുടുംബ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമലാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപ്പാപ്പായെ ഉമ്മാനെയും നാം ഇതോടുകൂടി സ്മരിക്കുകയും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് നമ്മളുടെ കടമ. പിന്നെ നമ്മൾ എന്ത് തന്നെ നേടിയിട്ടും ഒരു കാര്യവുമില്ല. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. അല്ലാതെ എന്ത് നേടിയാലും നമുക്കൊരു കാര്യമില്ല. അല്ലാഹു നമ്മളെ എല്ലാവരെയും സന്മാർഗികളായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്, അതായത് ഈ യൂണിറ്റിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് എല്ലാവർക്കും അറിയാം, വളരെ വളരെ വൈകി നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ. മനഃപൂർവ്വമല്ലെങ്കിലും വളരെയധികം ആളുകളുള്ള, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള, ഒരുപാട് അംഗങ്ങളുള്ള ഒരു ബൃഹത്തായ ഫാമിലിയാണ് നമ്മളുടേത്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും നാള് വൈകി എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഉത്തരവുമില്ല. ഞങ്ങളൊരിക്കൽ ഒരു കഥ പറയുന്ന പോലെ ചെറുതായിട്ട് പറയാം. അതായത് ഞങ്ങൾ യു സിയിലെ എളിമയുടെ മരണത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഞങ്ങൾ ഏതാനും പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും പിന്നീട് അത് ചർച്ച വലുതാക്കുകയും അത് ഇത്തരത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ എല്ലാവരും, ഞാൻ കൂടുതൽ ഇതിന് ഈ ഗ്രൂപ്പിൽ ഇന്ററാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെയും ധാരണ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഞാൻ മാത്രമല്ല. അതായത് അന്ന് രൂപപ്പെടുത്തുമ്പോൾ മുതൽ എന്നോടൊപ്പം തന്നെ വളരെ സജീവമായിട്ട് ഗഫൂറുണ്ട്, ലിയാഖത്തിക്കാക്കയുണ്ട്, അനൂപുണ്ട്, കരീമിക്കാക്കയും ഉൾപ്പെടെയുള്ള ഒരു ഷഫീഖ് ഉണ്ട്. എല്ലാവരും കൂടി ഒരു അനൂപിന്റെ ഓഫീസിൽ വെച്ച് ഒരു ചെറിയൊരു ഹാരിസ് ഉണ്ട്, ഡോക്ടർ ഹാരിസ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ഹാരിസ് ഉണ്ടായിരുന്നു. അനൂപിന്റെ ഓഫീസിൽ വെച്ച് ആദ്യമായ ഒരു മീറ്റിംഗ് കൂടി. അവിടെ തുടങ്ങിയതാണ് ഈ സംരംഭത്തിനുള്ള ആരംഭം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ വളരെ അധികം ഭംഗിയായി തന്നെ ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിലും ഇതുപോലെ പലരും മുന്നോട്ട് വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിലും ഗംഭീരമായിട്ടും കൂടുതൽ ഫാമിലിയെ എല്ലാവരെയും എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയും സജീവമായി പങ്കെടുപ്പിച്ചും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇവിടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. വളരെയധികം സന്തോഷത്തോടും കൂടിയാണ് അവര് ഇതിനെ അപ്രോച്ച് ചെയ്തത്. എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാ കാര്യങ്ങൾക്കും അവരവിടെ നിന്ന് വളരെ നല്ല ഒരു സമീപനമാണ് നമുക്ക് തന്നത്.
അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ഫാമിലിയെ കുറിച്ച് വളരെയധികം അഭിമാനം തോന്നുന്നു. പിന്നെ നമ്മളുടെ ഈ 2 മാമാമാരും ഇപ്പൊ തന്നെ എത്തിച്ചേരും. അവരുടെ ഒക്കെ അനുഗ്രഹാശിസുകളോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കൊച്ചുമാമാട്ട് വെച്ചാണ് കൂടുതൽ ചർച്ച നടന്നത്. മാമയ്ക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇതിന് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞതും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് തന്നതെന്നറിയാമോ? പക്ഷെ ഇതിന് എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. കാരണം A to Z ഓരോ ദിവസവും എന്തായി, എങ്ങനെ എന്തായി, ഏതായി എന്നുള്ളത് എന്നും വിളിച്ച് ചോദിക്കും. ഇപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് പോലും വിളിച്ച് ചോദിച്ചു എന്തായി, എങ്ങനെയാണ്, എല്ലാവരും എത്തിയോ എന്നൊക്കെ. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവര്, കുടുംബബന്ധം എന്താണെന്ന് അറിയുന്നവര് നമ്മളുടെ പൂർവികരുണ്ട്. വളരെയധികം കുടുംബബന്ധങ്ങളെ വളരെയധികം മാനിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മളുടേത്. അപ്പൊ അത് എന്തായാലും തുടർന്നും നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊരു യൂണിറ്റ് നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഏതായാലും നമ്മളെല്ലാം വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും അവിടെ ഇതുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ജനിച്ചതും വളർന്നുകൊണ്ടിരിക്കുന്നതും. കാരണം നമ്മുടെ ഉമ്മമാർക്ക് 2 ആങ്ങളമാരുണ്ടായിരുന്നു. വളരെയധികം ബഹുമാനവും സ്നേഹവും നമ്മളോട് വാത്സല്യവും ഒക്കെ ഉള്ള അവര് വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. പക്ഷെ അതിലെല്ലാം ഉപരി അവര് വല്ലാണ്ട് ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇത്രയും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അമ്മാവന്മാരും ഈ സമൂഹത്തിലില്ല. കാരണം ഞാനൊരു അമ്മാവനാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടാറില്ല. സാധാരണ ഗതിയില് ഇത് വാസ്തവം പറഞ്ഞതാണ്. കാരണം വെച്ചാല് നമ്മൾക്ക് കിട്ടാറില്ല. അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കതിൽ അസൂയ വേദനയൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഇപ്പോൾ ഉള്ള മാമന്മാര് വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പോ ഈ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അവർ വരാൻ വൈകുന്നു. അതെ, അപ്പൊ നമ്മളുടെ സൗദലീമ, കുഞ്ഞളീമ, പിന്നെ കുഞ്ഞളീമ മിണ്ടരുത്. കാരണം ഞങ്ങളെ ഒരുപാട് മിണ്ടിക്കാണ്ടിരുത്തിയാണ് സദസ്സിൽ. അപ്പൊ ഞങ്ങള് ഇനിയും അപ്പൊ കുഞ്ഞളീമ പറഞ്ഞു വന്നത് കാരണം പറയുന്നതാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും വളരെയധികം കുടുംബ മഹിമയോടുകൂടി, കുടുംബ പാശ്ചാത്തലത്തോടു കൂടി വളർന്നു വലുതായപ്പോ നമ്മളത് അംഗീകരിച്ചു. അവര് കാണിച്ചു തന്ന ആ പാത പിന്തുടർന്നു. അവരെ അംഗീകരിച്ചു. അവർക്ക് അതുപോലെ നമുക്ക് എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ കിട്ടിയേക്കാം, ഇൻഷാ അല്ലാഹ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പൊ നമ്മൾ ഈ കുടുംബ യൂണിറ്റ് എന്തിനു വേണ്ടി എന്ന് വെച്ചാല് നമ്മൾക്ക് നമ്മുടെ അടുത്ത നെക്സ്റ്റ് തലമുറക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ ഉദ്ദേശം നെക്സ്റ്റ് തലമുറക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും വളരെ ഫോർമലായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരവരുടെ കുടുംബത്തിൽ മക്കള് മാതാപിതാക്കളോട്. എൻ്റെ വീട്ടിലെ കാര്യമല്ല കേട്ടോ പറയണേ, എല്ലാവരുടെയും ഒരുമിച്ചാണ്. അപ്പൊ അതായത് ഒരടുപ്പം. ഇപ്പൊ ഒരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ തന്നെ പെൺമക്കളും ആൺമക്കളും ആണെങ്കിൽ രണ്ട് തരത്തിലാണ്. വീട്ടിൽ തന്നെ എന്നോട് മകനാണെങ്കിൽ പറയും, വാപ്പി ഞാനിന്ന് ഒന്ന് പുറത്തു പോകണം, അത്രേ ഉള്ളൂ.
അപ്പൊ നമ്മൾ പോണ്ട എന്ന് പറഞ്ഞാല് ആ ശരി. അതേസമയം മോളാണെങ്കിൽ പറയും പുറത്ത് പോവാൻ പറയുകയും ചെയ്യും, വേണമെങ്കിൽ നമ്മളെയും കൂടി കൊണ്ടുപോകും. ആ രൂപത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ഒരു ബന്ധം വളരെ മിങ്കിളായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനും സമയം കണ്ടെത്തി അതിനുവേണ്ടി ഈ ഒരുപാട് പ്രയത്നിച്ച് വളർത്തിയെടുത്ത മക്കളാണ് നമ്മളെല്ലാവരും. പണ്ട് ഞങ്ങളുടെ തലമുറ വരെയുള്ള കാര്യമായിട്ട് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷമുള്ളവരും ശരിക്കും ഞങ്ങളുടെ തലമുറയെ കണ്ടു വളരണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രയും നല്ല തലമുറയാണ് ഞങ്ങളുടെ. കൂടുതലായിട്ടൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടികൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നതിന് മുമ്പ് പരിപാടികളെ കുറിച്ച് നമ്മുടെ ഗഫൂർ സംസാരിക്കും. നമ്മള് ആദ്യം കുറച്ച് കലാപരിപാടികൾ, പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും എത്തിയതിനു ശേഷം കുറച്ച് ഔദ്യോഗിക പരിപാടികൾ ഉണ്ട്. അതിനുശേഷം കുട്ടികളുടെ പരിപാടികൾ വീണ്ടും ഉണ്ടാവും. പിന്നെ ഈ പരിപാടിയിൽ പേര് കൊടുക്കാത്തവർക്ക് പരിപാടി അവതരിപ്പിക്കുകയും അവസരം തരാം. അപ്പോൾ അതും ആലോചിക്കാവുന്നതാണ്. പേര് തരാത്ത കുട്ടികളുണ്ടെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കും, മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ എല്ലാവരും കൂടി എത്തി, കുറച്ച് പേരും കൂടി എത്താനുണ്ട്. എത്തിയതിനു ശേഷം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ചെറിയ പരിപാടികൾ അത് ആങ്കർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളുള്ള സന, റിത, പാച്ച അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കും. അപ്പൊ അസ്സലാമു അലൈക്കും. നമുക്ക് തുടങ്ങാല്ലേ? എല്ലാരും റെഡിയല്ലേ? എല്ലാവരും ചാടി നിൽക്ക്. സോ ഇന്നത്തെ ആങ്കറിങ് ഞങ്ങൾ 3 പേർക്കും ചെയ്യണത്. സോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു കൊള്ളുക. ഓക്കെ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ എന്ത് തെറ്റല്ലേ, നമുക്ക് വിടാം. എല്ലാവരും ഒന്ന് ചാടി നിന്നോ. ഫസ്റ്റ് പെർഫോമൻസ് ഓക്കെ, നമ്മൾ നീർക്കോടുന്നത് അതെ ഞങ്ങളുടെ എല്ലാവരും അഭിമാനം മുഹമ്മദ് സാദ്. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല, ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല, ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല കരളി കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല കരളി കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ. ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ. പന്തു കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്നു ചൊല്ലിടുവാൻ. പന്തു കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്നു ചൊല്ലിടുവാൻ. പരിപാടിയുടെ സമയത്ത് എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പന്റിനെ ഒന്ന് ഉഷാറാക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഞങ്ങൾ ഉദ്ദേശിച്ചാണ്. അടുത്തതായി ആരാണ് വരുന്നത്? നബി സലീമയുടെ മകൻ ഷെഫി കൊച്ചാപ്പാടയും സാലിം മകൻ. ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ, എല്ലാ തെറ്റുകളും എല്ലാവരും ക്ഷമിക്കണം. ഇർഷൽ കൈയടി. She
सवरकड़ी चाचियों नजर दे कुलो ताकतली ए जमा यारा जमा दिलदारा ए जमा यारा जमा दिलदारा पमीना मीनारा दस्तरग के सलाम आया एहतराम आया पमीना मीनारा दस्तरग के सलाम आया एहतराम आया ए जमा यारा जमा दिलदारा पमीना मीनारा दस्तरग के सलाम आया एहतराम आया पमीना मीनारा दस्तरग के सलाम आया एहतराम आया एहतराम मखमी गुलाब स्तरगे में तोरी मखमी गुलाब स्तरगे में तोरी चिरात गोरे नीवने पशीमयाना ए जमा यारा जमा दिलदारा ए जमा यारा जमा दिलदारा पमीना मीनारा दस्तरग की सलाम आया एहतराम आया पमीना मीनारा दस्तरग की सलाम आया एहतराम आया खिस्मत हुसन शाहजाद गयम खिस्मत हुसन शाहजाद गयम दुस्पोक में खोरिया मां तेरी रणा कबूमा ए जमा यारा जमा दिलदारा ए जमा यारा जमा दिलदारा पमीना मीनारा दस्तरग की सलाम आया एहतराम आया पमीना मीनारा दस्तरग की सलाम आया एहतराम आया एहतराम تبدخ بلي غاري هاركم تبدخ بلي غاري هاركم سهر ما خام بدي بغار غرزوما هو غرزوما اي زما يارا زما دلدارا اي زما يارا زما دلدارا पमीना मीनारा दस्तरग की सलाम आया एहतराम आया पमीना मीनारा दस्तरग की सलाम आया एहतराम आया ए जमा यारा जमा दिलदारा എല്ലാവരും കൈയടിച്ച് വിഷയത്തിലേക്ക് ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. അടുത്തതായി ഒരു സോങ് ആണ്. സോങ് യൂസ് ചെയ്തെന്നാണ് ബീക്കുട്ടി അലിമാടെ മോനായ നാസർ മൂത്താപ്പയും സൗദ് മൂത്തും. ഓക്കെ, കറക്റ്റ് അല്ലേ? നായിഫിന്റെ ഒരു സോങ് ആണ്. എല്ലാവരും കൈയടിച്ച് നായിഫിന് കണ്ണശോളൊക്കെ മാണ്ട പ്രകാശം ചില്ലൻ കൂട്ടില് വെക്ക ഓളെ കണ്ടപ്പ തന്നെ പിരാന്ത ഓളാ നോക്കിയ പൂതി മറൂല കാക്കാന്റെ വീട്ടിലത്തെ കട്ടെ കണ്ടപ്പ തെഞ്ചു പിടഞ്ഞ് മൊത്തത്തിലാകെ തളർന്ന് നിക്കാതെ കണ്ണിലെ റബ്ബേ മഹദിലെ റബ്ബേ കാത്ത് എനിക്കോടെ തെറ്റണം അല്ല ഇക്കാര്യം പഠിക്കണിക്കപ്പ ഈയലാണ് പനക്ക് കൈവിട്ട് പോകാതെ അല്ല അല്ല കണ്ണക്കരയെ കണ്ട പത്രത്തിന്റെ കാറ്റാണോ കൊടുക്കാറ്റാണോ മംഗളം കഴിക്കാൻ
മകളെ മണവാട്ടിയാക്കാമെന്റെ കയ്യിലെ പോയാറും തോന്നിയേ നീലാവുകാരുടെ പോള ബാപ്പാടെ സോൾനാഷ്കാനിയ ആങ്ങളെ മാക്കളെ ബിരിയ ഉമ്മാടെ ഇമ്മയുടെ പോള പഠിക്കണം വേണ്ടിയിട്ട് ശ്രദ്ധ അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ ഹൈറ് അടുക്കത്തെ പണ്ടത്തെ പോലെ ഒടുക്കത്തെ അതികളോടൊക്കെ ജീവിച്ച് കൂട്ടാനും പോലില്ല കൽക്കണ്ട കഷ്ടേ മഴ മരങ്ങളെ പോരുന്നോളൂ ഞാനൊക്കെ ഒരു സ്വീറ്റ് സോങ് ആണ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും അവൾ ഭയങ്കര മിടുക്കിയായിട്ട് വന്ന് പാട്ട് പാടാറുണ്ട്. ഓക്കെ, സൗദലിമാരുടെ മോൻ ഹാരിസ് ഒച്ചാപ്പാടെ മിക്കി കുഞ്ഞുമാരെയും സ്വീറ്റ് ഗേൾ നൗറൻ പാട്ടാണ്. നല്ല പെർഫോമൻസാണ് അവർ ഇപ്പോൾ കാഴ്ചവെച്ചത്. നമ്മുടെ മൂത്താപ്പ എത്തിയിട്ടുണ്ട്, കേകം ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം നമ്മുടെ ചെറിയ ഔപചാരികമായ പരിപാടിയുണ്ട്. അതിന് മുമ്പായിട്ടൊരു പെർഫോമൻസും കൂടി ഇവിടെ നടക്കും. അതിനുശേഷം നമുക്ക് എല്ലാവരും എത്തിയതിനു ശേഷം നമുക്കൊരു ഒഫീഷ്യൽ പരിപാടി കൂടിയുണ്ട്. അടുത്തതായി യൂസിലിന്റെ കബീർ മാമായുടെയും റഹ്മത്തമ്മയുടെയും മോളായ കെൻസയെ ഒരു പാട്ട് പാടാനായി ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടി. तेरा
बावरे कुछ ख्यालों में बचकाने से सवालों में संग रहियो समझे ना दुनिया तू तो मुझको समझियो दिल ना समझ है दिल को कुछ भी न कहियो नैनों में पैगाम जिस तरह मस्जिद में आजान जिस तरह नैनों में पैगाम जिस तरह मस्जिद में आजान जिस तरह सुबह होने तक जल रहे पलकों में अरमान जिस तरह संग रहियो समझे ना दुनिया तू तो मुझको समझियो दिल ना समझ है दिल को कुछ भी न कहियो ഔപചാരികമായ പരിപാടിയുണ്ട്, ചടങ്ങുണ്ട്. നമ്മൾ ആദ്യം മൂത്താപ്പ കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് സംസാരിക്കും. അതിനുശേഷം ബാക്കി കുറച്ച് ചെറിയ വാക്കുകൾ സംസാരിക്കും. അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് രാജ്യസഭാ MP ആയ ഹാരിസ് കാക്കാനെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ അനുമോദിക്കും. അതിനുശേഷം ഹാരിസ് കാക്കയുടെ മറുപടി ഉണ്ടാവും. അതിനുശേഷം ബാക്കിയുള്ള പല പരിപാടികളൊക്കെ തുടർന്ന് നടക്കുന്നതായിരിക്കും. നമ്മളൊരു ആദ്യത്തെ കുടുംബസംഗമം എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന പല പ്രയാസങ്ങളും അനുഭവിച്ച് പല ബുദ്ധിമുട്ടുകളും പല പരിപാടികളൊക്കെ മാറ്റിവെച്ചാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. എല്ലാവരെയും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും വരുന്ന വർഷങ്ങളിലും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്നത് പോലെ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും അവരുടെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മുദ്ദാപേക്ഷയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് സംസാരത്തിന് ഒരുങ്ങിയോ ഉദ്ദേശിച്ചു വന്നതല്ല, പക്ഷേ എൻ്റെ രക്തങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. രക്തബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിക തത്വത്തിലെ ഏറ്റവും വലുതാണ്. അത് മുറിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കിങ്ങനെ ഒരു തൊഴിലിന് കാരണഭൂതരായിട്ടുള്ള ആളുകൾ, അതിന് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഒരു വാസ്തവത്തിൽ അങ്ങനെ ഒരു കൂടുതൽ എല്ലായിടത്തും പോയി കാണാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കും. ഇവിടെ വെച്ച് എല്ലാവരെയും കാണാം. ഒരു വിവാഹവേദിയിൽ ചെന്നാൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ കാണുന്നത് അപൂർവമായിട്ട് കണ്ടു എന്നല്ലാതെ ഒരു ഒറ്റയ്ക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരം ഉണ്ടാകാറില്ല. ഏതായാലും ഇത് നമ്മുടെ ഈ ഒരു സഹിയായ ഒരു വിഭാഗത്തായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാലക്കല് കാതലിൻ്റെ ഒക്കെ ഉമ്മുമ്മ, അതായത് വാപ്പാടെ ഉമ്മ, നമ്മുടെ ഉമ്മുമ്മയുടെ ജ്യേഷ്ഠത്തെയായിരുന്നു. അതാണ് 90 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് താത്താടെ വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞാണ് എന്നെ പ്രസവിച്ചതെന്നാണ് പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ പാപ്പയും ഉമ്മയുണ്ട്. ഈ ഉമ്മ നമ്മുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയാണ്. അങ്ങനെ അവരായിട്ട് കണ്ട് ആ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മ ഉപ്പാടെ നേരെ ഉമ്മ ഉപ്പ പ്രായപൂർത്തിയാവുന്നതിനോ വിവാഹം കഴിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് മരിച്ചുപോയി. അത് സാധാരണഗതിയിൽ അവിടെ കൊച്ചാപ്പു എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യ സഹോദരനാണ് ഉപ്പാക്ക് പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ ഉപ്പാടെ വിവാഹം കഴിയുന്നത് തന്നെ ഏതാണ്ട് 99 മലയാളം കഴിഞ്ഞ് ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല നമ്മുടെ ചരിത്രം ശരിയായി രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായില്ല. ആ ചരിത്രം ശരിയായി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളിലും നമുക്കൊരു എന്തെല്ലാമാണ് നമ്മുടെ പിടിപാടെന്ന് അറിയാമായിരുന്നു. ബാക്കി പിന്നെ ഒരു സഹോദരൻ മൂത്ത ആളായിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ വിവാഹത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹമില്ല. പിന്നെ ഉപ്പാക്കുണ്ടായത് 2 സഹോദരന്മാരാണ്. ആ സഹോദരന്മാരെ കാര്യങ്ങളെല്ലാം നടത്തിയത് ഉപ്പയാണ്. കാരണം വാപ്പയില്ല ഉമ്മയില്ലാത്ത 2 വനിതകളായിരുന്നു അവർ. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ അത്താണി ഉപ്പയായിരുന്നു. അങ്ങനെ അവൻ ഭരിക്കുന്നവരെ ആ രീതിയിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിലുള്ള ഒരു ഹാൻഡിക്യാപ്പ് അല്ല, അതിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നല്ലൊരു ചരിത്രമുണ്ട്. പക്ഷെ അത് രേഖപ്പെടുത്തി വയ്ക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സംരംഭം ഇനിയും നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ ഉപ്പ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ എഴുവന്ന തരകൻ്റെ സഹധർമ്മിണിയായി പിന്നീട് പോയ മാഡം ത്രേസ്യ കുട്ടി ഒരുമിച്ച് 3-ാം ക്ലാസ് വരെ നമ്മുടെ കൊങ്ങോർപ്പള്ളി ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ച ആളാണ്. പക്ഷെ 3-ാം ക്ലാസ്സിൻ്റെ വിവരമൊന്നുമല്ലായിരുന്നു. ഭയങ്കര കേസിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ വിൽപ്പത്തിയും എല്ലാ കേസുകളിലും ഇടപെടും. ആവശ്യമായും ഇടപെടുന്ന ഒരു സ്വഭാവമായിരുന്നു ഉപ്പാക്ക്. എല്ലാ അതിനും പരാതി കൊടുക്കുകയും പെറ്റീഷൻ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. ഇപ്പോൾ റവന്യൂ സെക്രട്ടറിയുടെയും റവന്യൂ മിനിസ്റ്ററുടെയും അടുത്ത് വക്കീലില്ലാതെ ഹാജരായി വക്കാലത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നമുക്ക് ജനിക്കാൻ സാധിച്ചത് വലിയ അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന സംഗതി നമ്മുടെ ഉമ്മ ഊടിക്കര. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിലും എല്ലാ രീതിയിലും ഉപ്പാടെ സൈഡിൽ നിന്നും ഉമ്മാടെ സൈഡിൽ നിന്നും വലിയ കുലീനത്വവും ആദ്യത്വവും പ്രാധാന്യവും ഉണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ 50 കുടുംബങ്ങളിൽ നിന്ന് ഒരു കുടുംബമായി നമ്മൾ വന്നു. ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറുടെ കാര്യം ആലോചിച്ചാൽ വളരെ നിസ്സാരം ആളുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു പാർലമെൻറ്റ് മെമ്പറായി വന്നു, നിയമജ്ഞനായി വന്നു. അതൊക്കെ വലിയ അള്ളാഹുവിൻ്റെ ഒരു ഖൈറും ബർക്കത്തുമാണ്. ഇനി അതിലും കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അതായത് വളരെയധികം ബഹുമാന്യതയോടുകൂടിയ ഒരു സ്ഥാനത്തോടു കൂടി
ഹാരിസ് ജീരാൻ കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ മൊമെൻ്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആമാനത്തിന് ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളെ മാനിക്കുന്ന നമ്മളുടെ ഈ പ്രതിനിധി തീർച്ചയായിട്ടും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ ഈ കുടുംബ മീറ്റിംഗ് ആദ്യമായിട്ട് ഇവിടെ ചേരാനുള്ള പ്രധാന കാരണം ഞാൻ രാജ്യസഭാംഗമായി എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. കഴിക്കല്ലേ. പക്ഷെ എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റർ വന്നു. നീർക്കോട് ജമാഅത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത VS നൗഷാദിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പ്ലാൻ ചെയ്താണ്. 4-ാം തീയതി പരിപാടി വെക്കുക, 2-ാം തീയതി ജമാഅത്ത് പ്രസിഡന്റായിട്ട് നൗഷാദിനെ അവരോധിക്കുക. അപ്പൊ പുതിയതായിട്ട് അവരോധിക്കുന്ന ആളെയല്ല നമുക്ക് അനുമോദിക്കാൻ പറ്റുള്ളൂ. രാജ്യസഭ അംഗം എന്ന് പറയുമ്പോൾ 6 മാസം 7 മാസം പഴയതായി. അപ്പൊ പുതിയതായിട്ട് നീർക്കോട് ജമാഅത്ത് പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട പ്രിയപ്പെട്ട നൗഷാദ്ക്കാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. മാത്രവുമല്ല, ഈ ഒരു ഗ്രൂപ്പിന്റെ സംഘാടനത്തിലും ഈ ഗ്രൂപ്പ് രൂപീകരിക്കാനും ഓടി നടന്നതിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി നൗഷാദ്ക്കാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതിൻ്റെ കൂടെ ഓടി നടന്ന യാക്കയായാലും ഗഫൂർ ആയാലും അബ്ബാസ് ആയാലും അനു ആയാലും പിന്നെ കരീംക്കായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായത്. ഇവിടെ കരീംക്കാക്ക കൈമുക്ക് ഷെഫീക്ക് ഇവരൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ മീറ്റിങ്ങുകളിലെല്ലാം വന്ന് ഇതിനൊരു കരട് രൂപരേഖയെല്ലാം കൊടുത്തത്. എന്നിരുന്നാലും ആ കരട് രൂപരേഖയെല്ലാം നമ്മൾ വാട്സപ്പുകളിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചെറിയ രീതിയിലുള്ള അടികൾ നടക്കുന്നുണ്ട്, സൈദ്ധാന്തികമായിട്ടുള്ള അടികൾ നടക്കുന്നുണ്ട്. ചാലക്കലത്തെ മുഹമ്മദ് കാന്തപുരത്തിൻ്റെ കുറച്ച് പോസ്റ്ററുകളും അത് ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരാകുമ്പോൾ ഷെഫീഖ് അതിനെ എതിർക്കും. അപ്പം ഇതെല്ലാം നടന്നു പോരേണ്ട സംഗതികൾ തന്നെയാണ്. ഷെഫീഖിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് അഡ്മിന്. അപ്പോൾ മറ്റേ ചാലക്കലത്തെ മുഹമ്മദ് ചോദിച്ചു പറഞ്ഞ് കുറച്ചങ്ങനെ കിടക്കട്ടെ എന്ന് മൂപ്പരും പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു കുറച്ച് കിടക്കട്ടെ, എന്നാലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പം അങ്ങനത്തെ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുടുംബ സംഘം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ഇപ്പൊ അച്ചിയും വെളാപ്പ എല്ലാം അതിനെക്കുറിച്ചുള്ള ചരിത്രം പറഞ്ഞു. നമുക്ക് അറിയാത്ത കുറെ ചരിത്രങ്ങൾ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം 100 വയസ്സിനോട് അടുക്കുന്ന അല്ലെങ്കിൽ 100 വയസ്സായിട്ടുള്ള ചാലക്കലത്തെ അമ്മായി, നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള ചാലക്കലത്തെ അമ്മായി തൊട്ട് ഏകദേശം ആമിക്കാണ് എപ്പോഴും പിള്ളേരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആമിയുടെ ഏറ്റവും ഇളയ മറ്റേ തലമുറ എത്ര വയസ്സായി? ഇപ്പൊ 6 മാസത്തെ കുട്ടിയില്ലേ? 1 വയസ്സ്. അതെ, ആമിക്കറിയാൻ 1 വയസ്സെന്ന് പറഞ്ഞു. അപ്പൊ 100 വയസ്സായിട്ടുള്ള നമ്മളുടെ ചാലക്കലത്തെ അമ്മായി തൊട്ട് 1 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുട്ടി വരെയും ഉള്ള, അപ്പൊ 100നും 1 വയസ്സിനിടയിലുള്ള അപ്പൊ ഒരാൾ വലിയ പ്രശ്നമുണ്ടാക്കി 20 വയസ്സായിട്ടുള്ള പേരക്കുട്ടിയുണ്ട്. അപ്പൊ അത്രയും ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല്, അപ്പൊ 100 വയസ്സ് തൊട്ട് 20 ദിവസം വരെയുള്ള അംഗങ്ങളുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് പഠിച്ചവന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്രയും നാളുകളായിട്ട്, ഇത്രയും വർഷങ്ങൾ, 100 വയസ്സും 20 ദിവസം എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് പിറന്ന ഒരു കുട്ടി, അത് അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ തലമുറകൾ എന്ന് പറയുമ്പോൾ ഇത്രമാത്രം 100 വയസ്സും 20 ദിവസവും ഉള്ള കുട്ടികൾ വരെയുള്ള ഒരു തലമുറയായിട്ട് മാറുമ്പോൾ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോ കൊത്താത്ത
അപ്പൊ കേട്ടില്ല. അമ്മായിയെ സംബന്ധിച്ച് അമ്മായി 5 ജനറേഷനുകളുടെ ഒരു ആളാണ്. എന്ന് വെച്ചാൽ അമ്മായിയുടെ മോള് ആമിയുടെ മോള് ഹസീനയുടെ മോള് എൻ്റെ പേരറിഞ്ഞൂട, ആ പേരറിയാത്ത മോളുടെ വേറെ മോള്, അങ്ങനെ 5 ജനറേഷൻ 5 തലമുറ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ അത് ലോകത്ത് തന്നെ പലർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹവും ഭാഗ്യവുമാണ് നമ്മുടെ കുടുംബത്തിന് കിട്ടിയേക്കുന്നത്, നെൽക്കോട്ട അമ്മായിക്ക് കിട്ടിയേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബം വലിയ രീതിയിൽ അനുഗ്രഹീതരാണ്. ഉപ്പാട് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയാണ്. ഉപ്പാടുമ്മയുടെയും ഫോട്ടോ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അറിയാത്ത കുറെ പേർക്ക് ഉപ്പാനും ഉമ്മാനും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും, അത് അച്ഛനെയും വളാപ്പാടെയൊക്കെ ഉപ്പയും ഉമ്മയും, ആ ഉപ്പയും ഉമ്മയാണ് നമ്മളുടെ കുടുംബത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുമ്പോൾ ഉപ്പാടെ കാര്യം പറയുമ്പോൾ ഉപ്പാനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓർമ്മ ഉണ്ട്. 91 ഉപ്പ മരിച്ചത്. അപ്പൊ ഉപ്പാടെ കാര്യം അന്ന് തൊട്ടേ പറയുമ്പോൾ എല്ലാം നമ്മൾ സെൽഫ് സഫീഷ്യന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആരും ഒന്ന് സ്പൂൺ ഫീഡ് ചെയ്യാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ നേരത്തെ ആച്ചു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് ആ രീതിയിൽ വലുതായ ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹം വലുതായതിനു ശേഷം ആച്ചു പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്, പലരുടെയും തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കാം, അത് ഉപ്പാനെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിശ്വാസം ഉപ്പാനുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു നീതിന്യായ വ്യവസ്ഥ, അന്ന് കോടതികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ആ സമയത്ത് നാട്ടുകാരും ആ പ്രദേശത്ത് ഉള്ള ആളുകളെല്ലാം കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്തല്ല ഈ എന്താണ് നീതി, എന്താണ് ന്യായം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ രക്തത്തിൽ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ നീതി ന്യായ വ്യവസ്ഥയിലേക്ക് തന്നെ ആച്ചിയുടെ പോക്കും അതേപോലെ തന്നെ എൻ്റെ പോക്കും എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നമുക്കൊന്ന് ഇപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. 10 മക്കളെയൊക്കെ പ്രസവിച്ച ഒരു ഉമ്മ, ആ സമയത്ത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ കഴിവില്ലാത്ത ഒരു കുടുംബത്തിലെ ഉമ്മ, അതും 7 പെൺമക്കള് കല്യാണം കഴിച്ച് വിടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം തന്നെ ആയിരുന്നിരിക്കും ആ സമയത്ത്. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു എന്നുള്ളതും നമുക്കറിയാം. എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ച് വിടുവാനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പിന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് അറിയാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അമ്മായിമാരായിട്ട് തയ്യൽക്കാത്ത അമ്മായിയും അതേപോലെ തന്നെ യൂസിയിലെ അമ്മായും നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോയി. മാമമാരായിട്ട് എല്ലാവരും വിട്ടുപോയി, വടക്കേക്കരത്തെ മാമ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. രാജുത്താത്ത അതേപോലെ സുബിത്താത്ത നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ ഇവരെല്ലാവരും നമ്മൾ ഒന്ന് ഓർക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ. അവർക്ക് എല്ലാവർക്കും അള്ളാഹു മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാനിപ്പോൾ ദുആ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇവിടെ വരാൻ പറ്റിയതിൽ ഇനിയിപ്പോൾ അടുത്ത എപ്പോഴാണ് നമ്മൾ കൂടിച്ചേരുന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ഈ കൂടിച്ചേരൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടിച്ചോളി പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ കഴിക്കാൻ സമയമായി. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ജന്ന, റയ ആൻഡ് നദീറയുടെ വക, അവരുടെ പേര് അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്ന് അറിയില്ല, ചിത്തു, ജന്ന, ഇഫ, അവരുടെ വക ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. చుట్టమల్లే చుట్టేస్తాంది తుంటరి చూపు, ఊరికే ఉండదు కాసేపు, అస్తమానం నీలోకమే నామై మరపు, చితనితి నువ్వే నన్నా నానెత్తర కులాసా నీ కలలకి చేసా, నీ కోసం వయసు వాకిలి కాసా, పోగేశా నీ గుండెకు అచ్చేసా, నీ రకకు రంగం సిద్ధం చేశా. ఎందుకు పుట్టిందో పుట్టింది, నువ్వంటే ముచ్చట పుట్టింది,
ഇതൊക്കെ എന്ത്? ഔക്കാന്റെ മോള ബാപ്പാന്റെ സ്വർണ്ണ കനിയാന്ന് ആങ്ങള മാർക്കൊക്കെ ബീര്യ ഉമ്മാന്റെ എമ്പറി ബോളാത് പഠിക്കുന്ന വലിയതോ സ്ഥലത്താന്ന് അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ ഹൈറ് അടക്കത്ത് നടക്കുന്ന മോളെ നിന്നെ ഒതുക്കത്തിൽ കഥയിലെ റാണിയാക്കാം അത് കഴിഞ്ഞോളപ്പം ജീവിച്ച് തീർത്താല് ഭൂമിയിലെ സ്വർഗം ഞാൻ പൊരയിലാക്കും കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണേ ഉമ്മാന്റെ മരുമോളായി പോരുന്നു നീ ഞാനൊച്ച മോന നാദാഴ്ചന്നാന്ന് വലിയില്ല കുടിയില്ല ചൊത്തയല്ല പണി നല്ല ചോറ ഒരു മുറി പീടിയ ഉമ്മാന്റെ പൊരയുടെ പയ്യാമ്പലത്ത അപ്പോൾ അറിയാം അനക്ക് ഞാൻ മാണ്ടാന്ന് ബ്രോ വാട്ട് ഡിഡ് യു സേ അനക്ക് ഞാൻ മാണ്ടാ நீ இருக்கிறியே ஒல கொட்டாயா சும்மா நடக்கிறியே தவள கொட்டாயா மஜாவாய் நிக்கிறியே பஞ்சு மிட்டாயா ஆமா பஞ்சு மிட்டாயா ஐயோ பஞ்சு மிட்டாயா மஜாவாய் நிக்கிறியே பஞ்சு மிட்டாயா ஆமா பஞ்சு மிட்டாயா ஐயோ பஞ்சு மிட்டாயா சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சி காஞ்ச மிளகா போல நான் இருக்கிறேன்னு காஞ்சி என் மனசு ஒசுப்புறியே நீ மீன போல ஆஞ்சி 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 പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മദിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ ആ ശിങ്കാരി മേളത്തിത്തുള്ളു ആ ചങ്കതള്ളി പോലെ കണ്ണ് നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല് हुसन तेरा तौबा 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 कुड़ी ने दिल साडा हाले थोड़ा साफ जहा नहीं लगदा इरादा गुत्त बाली लंबी नहीं रखी है मुट्टे यार ने है देखदा परांदा नहीं हो देखदा पराडा इत्थे कहंदी तू मचदी सी ताही दिल करे लंडन ते पार्टी आई बीजा साडे लई फ्री नहीं पोरा लगदी आई जी स्टोरी तो ता बोरा लगदी आज तेरी सोहणीए जरीली नूरी वर्गी जदों लक हिलदा उदों ता नोहरा लगदी हाँ मिलना दस दे हाँ दस दे मेरी जान दस दे हुसन तेरा तौबा 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 தமிழ் தெரியாதா ஹிந்தில ஒன் செகண்டா के चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के पीछे कुआं आगे मेरे खाई तू ही बता जाऊं मैं कहाँ
दुआ किसकी लगी भाई आके पधारा हूँ जो यहाँ इल्ले फिकर आजा इधर बीट पे लगा ले तू ठुमका 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit the body hit the gimme 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 some more 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit the body hit the gimme 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 some more സുശീല എല്ലാരും വിളിച്ചു. What's the matter, darling? adi 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 ye vitan manalle masona manasilayo adi 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 kulika manalle ona nita manasilayo kulika manalle ye vitan manalle kulika manalle kulika manalle ye vitan manalle kulika manalle പണ്ടത്തെ കളയെടുത്ത് തലവള്ളിയ പോക്കി പതക തലയെടുത്ത് അതോടെ ആട് സാറേ വീട് സുരുട്ട് ഗാംഗ്ല
डंडीपुर वाही रास्ता देखे गुड़िया रे गुड़िया तेरा गुड़ा परदेसिया शादी आसमानी हो गई शगुन पे देखो शादमानी हो गए रे कबीरा यूं न जा रे फकीरा मान जा आजा तू ये निरमोही कैसा परछाया रे फकीरा रे कबीरा रे फकीरा संग तेरे हे सवेरा रे फकीरा हे कबीरा गुड़िया रे गुड़िया तेरा गुड़ा परदेसिया शादी आसमानी हो गए शगुन पे देखो शादमानी हो गए रे कबीरा यूं न जा रे फकीरा मान जा आजा तुझे मेरे मोही कैसा परछाया സ്റ്റേറ്റ് കലോത്സവത്തിന് A ഗ്രേഡ് ലഭിച്ച ഒരു മോണോ ആക്ട് ആണ് അടുത്ത പെർഫോമൻസ്. നമസ്കാരം. P.N. ഹസനുൽ ബന്ന എഴുതിയ കുഞ്ഞിക്കിളികൾ എന്ന നാടകത്തിൽ നമുക്കൊരു മോണാക്ട് രൂപത്തിൽ കണ്ടു നോക്കിയാലോ? ഞാനും ജയിച്ചിട്ടും നീയും ജയിച്ചിട്ടും പിന്നെ നമ്മളെ മാലയില് മീശ കാലത്തിട്ടും മാലയില് ആശ നശിച്ചിട്ടും മാലയില് പിന്നെ നമ്മളെ നാലയില് ഉത്തര പേപ്പറിൽ വലിയൊരു കുമ്പളം പിന്നെ മണ്ഡല സമ്മാനം എല്ലാരും ജയിച്ചു വീണ്ടും ഈ നമ്മോല് മാത്രം തോറ്റു അതെ അതെ എല്ലാരും ജയിച്ചു വീണ്ടും ഈ നമ്മോലെ മാത്രം തോറ്റു പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ മണ്ണിന് കിട്ടിയത് വലിയൊരു കുമ്പളം യന്ത്രം ഏതാ ജയിച്ചപ്പോൾ ഈ മണ്ണിന് കിട്ടിയത് എന്താണോ ചട്ടുകം ഉപ്പുമാവളകണ ഉപകരണം എന്ന് വായിച്ചാൽ പിന്നെ ചട്ടുകം തന്നെ ഉത്തരം കൂട്ടരേ ആശങ്ങൾ അണ്ണാ മണ്ടെന്ന പോലെ മൂക്കത്താശുണ്ടി ശരിയാ രണ്ടും നാലും തരയാട്ടെ നമ്മോലിനെ എങ്ങനെയാ ജയിക്കുക പഠിക്കേണ്ട നേരത്ത് ക്വാറിയില് ജില്ലടിക്കാൻ പോണ നമ്മോലിനെ എങ്ങനെയാ ജയിക്കുക നമുക്ക് വീട്ടിൽ പോണം ജയിച്ചാലേ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു തമാശ ഈ നമ്മോട്ടും ജയിക്കണമെന്ന് ആശയില്ലാഞ്ഞിട്ടല്ലോ എന്റെ വീട്ടിലെ അടുപ്പ് പുകയില് ഞാൻ ജോലിക്ക് പോണം അമ്മേനിത്തെ പട്ടിണിക്കിട്ട് ഈ നമ്മോട്ട് ജയിക്കാൻ വേണ്ട പഠിക്കാൻ വേണ്ട ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് കഥ പറയാമോ കഥ എന്തിരിക്കുന്നു കുട്ടികളെ പകരം ഞാനൊരു പാട്ട് പാടിത്തരാം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ബുദ്ധിപൂർവം മനസ്സിലാക്കണം കേട്ടോ ഒന്നാനാം കിളി രണ്ടാനാം കിളി മൂന്നാനാം കിളി കൊമ്പിന്മേൽ മുട്ടാളനൊരു വേട്ടക്കാരൻ ഇന്നലെ അതുവഴി വന്നപ്പോൾ കിളികളിലൊന്നിനെ ഏത് വിളിക്കും ശീർഷം കൊമ്പിൽ എത്ര കിളി ഇതൊരു കുസൃതി ചോദ്യമാണ് നമ്മളുടെ ഉത്തരം അതെ മാഷേ പറയണോ നമ്മോല മൂന്ന് കിളികളിൽ ഒന്നിനെ ഏത് വിദ്യ ബാക്കി രണ്ട് കിളികളുണ്ടോ മാഷേ ഒരു കിളി ഏത് വിദ്യ ബാക്കി കിളികളെല്ലാം പറക്കുമ്പോൾ നമ്മൂല അല്ല മാഷേ ബാക്കി രണ്ട് കിളികളും കൊമ്പിന്മേലുണ്ടാവും അമ്മ വേഗം അകത്തേക്ക് പോയിക്കോളൂ അച്ഛൻ ആടി ആടി വരുന്നുണ്ട്
വേട്ടക്കാരൻ തള്ളക്കിളിയെ കൊല്ലുമോ മാഷേ? ഈ പുഴ തോർത്തിരിക്കെ 3 കിളികളിൽ ഒന്നിനെ ഇത് വിറ്റാൽ ബാക്കി കിളികളെല്ലാം പറന്നു പോവില്ലേ? അല്ല മാഷേ, ബാക്കി 2 കിളികളും ചിറക് മുളയ്ക്കാത്ത കുഞ്ഞി കിളികളായിരുന്നു. എന്നെയും അനീതിയും പോലെ ആ ദുഷ്ടൻ തള്ളക്കിളിയെ കൊല്ലാൻ പക്കമുറ്റാതെ ഞങ്ങൾ എങ്ങട്ടാ പോവാ മാഷേ? എങ്ങട്ടാ പോവാ മാലോകരെ? എന്തായാലും നമ്മൂല. പറക്കാൻ കഴിയുന്നതിനെ കുറിച്ച് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. പറക്കാൻ കഴിയാത്ത ഞങ്ങൾ എന്ത് ചെയ്യും? 141 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 37% പേരും ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവരെ നമുക്ക് കൈപ്പിടിച്ചുയർത്തേണ്ടേ? നന്ദി, നമസ്കാരം. അടിപൊളിയായിരുന്നു ധര. നൈസ്. ഓക്കെ, അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. അടുത്തതൊരു ഡാൻസ് ആണ്. നൈല ഹാല. حبيبي انت حبيبي منهم നമ്മുടെ ബേബി ഖലീഫത്തുറ ബേബി ബിസായൊരു ബേബി ഹലാക്കില ലുക്ക ബദാലേ ഉടുക്കാൻ ബർബറിയാണ് വെറേവർ സാച്ചിയതാണ് അവനാളും വാറ് ഹബീബി 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 കുല്ല ഹബീബി 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 യല്ലാ ഹബീബി മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ് സയ്യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു പറന്നു റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണ് ദഹാബിനു വേണ്ടി നടക്കണ കിസയതുപോലൊരു പാട്ടവനാണ് ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം മസറാത്തി കൂട്ടിൽ ഇരുന്നാണ് പോക്കും തിളങ്ങുന്ന നോട്ടിൽ കടം കൊണ്ട കാട്ടൽ കടിഞ്ഞാണ് പൂട്ടി നറുക്കിട്ട് കൂട്ടി പിറന്നു പാതിരക തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നൊലിഞ്ഞ കടഞ്ഞൊരിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിലടിച്ച് തെളിച്ച് പിടിച്ചുലച്ച് പിറന്നു പാതിരക തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നൊലിഞ്ഞ കടഞ്ഞൊരിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിലടിച്ച് തെളിച്ച് പിടിച്ചുലച്ച് حبيبي 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 كل حبيبي 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 يلا حبيبي 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 كل حبيبي 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 كل حبيبي 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 يلا حبيبي
എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടപാട്. കുറച്ച് വേഗമായിട്ടുള്ളേ പറഞ്ഞു. രഞ്ജിത്തെ, ഇതെന്താ ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാല്? അടുത്തതായിട്ട് ഓൾറെഡി സ്റ്റേജിൽ കയറി നിൽക്കുന്നതാണ് സലിക്കാത്തോടെ മോനാണ് മാനാലി സുബിയമ്മയുടെ പേരക്കുട്ടി. Kissy face sent to your phone, but I'm trying to kiss your lips for real. Red hearts, that's what I'm on, yeah. Come give me something I can feel. Don't you want me like I want you, baby? Don't you need me like I need you now? See tomorrow, but tonight go crazy. All you gotta do is just meet me at the
up? Oh, oh, oh. Don't you want me like I want you, baby? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Hey, so now you know the game. Are you ready? 'Cause I'm coming to get you, get you, get you. Hold on, I'm on my way. Yeah, 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 I'm on my way. Hold on, I'm on my way. Yeah, 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 I'm on my way. Don't you want me like I want you, baby? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Just meet me at Just meet me at the Just meet me at the തിരിച്ചീവനല്ലേ തിരികെ വിട്ടാൻ വന്നല്ലേ തിരുത്തി വെക്കാൻ വന്നല്ലേ തിട്ടം കൊണ്ടല്ലേ ചേട്ടൻ വന്നല്ലേ ചേട്ട ചെയ്യാവന്നല്ലേ പേട്ട തുള്ളാൻ വന്നല്ലേ വേട്ടയനല്ലേ ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണൂരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കള്ളനിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു നാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ കുളമാ നീ ومال حبيبي مالو قولوا لي واش جراله البارح كان يبغيني واليوم تغير حاله كان ديما فيا يسول وغيابه عليا طول لازم شي حد في باله والله حالي العاول ومال حبيبي مالو قولوا لي
واش جرالو البارح كان يبغيني واليوم تغير حالو كان ديما فيا يسول وغيابو عليا طول لازم شي حد في بالو والله عارف انا عاود يا ولفي حرام عليك هجرتيني بلا سبة والعشرة هنت عليك وجرحتي المحبة والله حرام عليك ضيعت معك زماني هجرت اللي كان يبغيك وجريتي للبراني आ गई उधर कर फिर चली गई यार आ गई चली फिर और चेक करके नहीं लाया तू यार तू होगी 1 2 2 ओ कुड़िए 1 2 2 ओ हो गई मुंडे दी पतंगा वर्गी तू एवें उड़दी ओ हो गई मुंडे दी हिला ते चलदी टुक टुक तू करदी मेकअप तू कर दिया अंग्रेजी पढ़दी गिट पिट तू कर दी जिम्मे कोई न साडी विक्टोरिया तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नच पैन दी पूरा लंदन ठुमकदा तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नच पैन दी पूरा लंदन ठुमकदा ਤੂੰ ਚੰਡੀਗੜ੍ਹ ਤੋਂ ਆਈ ਨੀ ਤੈਨੂੰ ਦੇਖ ਕੇ ਹੋ ਕੇ ਭਰਦੇ ਨੇ ਖੜੇ ਚੌਂਕਾਂ ਵਿੱਚ ਤਬਾਹੀ ਨੀ ਕੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਕੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਜੋ ਦਾਗੇ ਜਨ ਦੇ ਟੁਕੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ ਕੋਰੇ ਮੁਖੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ उसका पता दे जरा मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे हवा हवा ऐ हवा खुशबू लुटा दे कहाँ खुली हाँ खुली जुल्फ बता दे अब उसका पता दे जरा मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे साया जब से मिला तेरा साया भाया मुझे हर बार तू भाया लाया सपने हजार तू लाया ऐसे ऐसे Game start. Patı 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 kissy face sent to your phone but I'm trying to kiss your lips for real. Red hearts that's what I'm on, yeah. Come give me something I can feel. Don't you want me like I want you, baby? Don't you need me like I need you now? See tomorrow, but tonight go crazy. All you gotta do is just meet me at the patı 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 patı
It's whatever you like. Turn this opposite into a club. I'm talking drink, dance, smoke, freak, party all night. Come on, gumbe, go, what's up? Oh, oh, oh. Don't you want me like I want you, baby? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Hey, so now you know the game. Are you ready? 'Cause I'm coming to get you. Get you. Hold on, I'm on my way. Yeah, I'm on my way. Hold on, I'm on my way. Yeah, I'm on my way. Don't you want me like I want you, baby? Don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Just meet me at Just meet me at the Just meet me at the ஆமாப்பா அம்சமா அழகா ஒரு பொண்ணை பார்த்த உடனே பஞ்சரான அது கண்ணா இல்ல கரண்டா கன்ஃபியூசன் அவ அழக பத்தி பாட இல்ல எஜுகேஷன் என் மனசு இனி உனக்கு ஒரு பிளே ஸ்டேஷன் நீ இருக்கு இடம் எனக்கு ஒரு ஹில் ஸ்டேஷன் குட் வைப்ரேஷன் ஒரு சென்சேஷன் நீ வேணும் பண்ண போற டெலிடேஷன் Drunk and tipsy in the shop, cull and curry on the house, vibing with the nut bomb, tripping on a kuttu paatu. In a shop, tripping in Buntupu, vibing with the thing, chilling with the jungle. മാമനോടൊന്നും തോന്നല്ലേ? Drunk, I'm a nirukali drunk. Now a nalkali drunk. I'm a nittukali adichu poosu malayali. Rajini pola mass if I'm drunk. Baby dance, simple moves theriyadu. Only nadan moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കളമിട്ടു കവലയില്ല ഞാൻ ആള് കളിച്ചു നോക്കി ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു. जागी हूँ ना सोई हूँ ചിത്തു ദമ്പതികളുടെ ഏറ്റവും മൂത്ത മകൾ ഷെരീഫയുടെ മകനും മക്കളും ഒരു കുടുംബാംഗങ്ങളുമാണ്. എല്ലാവരും ഇവിടെ ഹാജരായിട്ടില്ല, എന്നാലും കഴിയുന്ന ആൾക്കാരുടെ ഇവിടെ ഹാജരാകാനും ഈ നല്ല പരിപാടിയിൽ പങ്കെടുക്കാനും കഴിയും. ഇത്രയും കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആദ്യമായി മനസ്സിലാക്കുന്ന
ഇവിടെ നടന്ന എല്ലാ പരിപാടികളും നന്നായതിൽ ഞാൻ ഇതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണം. അസ്സലാമു അലൈക്കും. ना सोई हूँ ख्यालों में तेरे खोई हूँ قولي متى نشوفك انا متى عياني الشوق نار هيجا في قلبي اي 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 كندر انا خبي حبك انا حليم فضوح انا من ليبيا اي 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 ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അധികം സന്തോഷത്തോടെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയും പറയുകയാണ്, ഞങ്ങളുടെ 5 തലമുറകൾ ഞങ്ങളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഞങ്ങളുടെ പേരിൽ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എനിക്ക് അൽഹംദുലില്ലാഹ് കാഴ്ചപ്പാട് കണ്ട അൽഹംദുലില്ലാഹ് محل واش باقي غاد فرح في يوم عاش من دنيا غادي بغيابك نعيش واخا نبغي ننسى قلبي ما يبغي तुझे मेरे लिए मुझे तेरे लिए ഇൻഷാ അല്ലാഹ് എല്ലാവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ, കണ്ടതിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് എല്ലാവരോടും, പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരോടും വളരെയധികം നന്ദിയും കടമയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും. بدأت العيون ارحمي هات العيون ما شافت نوم غلي لموع الواي खुशी खुशी पहना तेरा दिया गहना कितना कंगन जचे देख कलाई आई 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 तुझे मेरे लिए मुझे ഇങ്ങനെ ഒരു പരിപാടിയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചതിനും ഇവിടെ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിച്ചതിലും അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇങ്ങനെ ഒരു സംഗമം നടത്തിച്ചതിന് അള്ളാഹുവിൻ്റെ വളരെ ബഹുമാനം സന്തോഷം നമുക്കുണ്ടാകട്ടെ. خليتيني بلا بيك مهموم محال واش باقي غاد فرح في يوم عاش من دنيا غادي بغيابك نعيش واخا نبغي ننسى قلبي ما يبغيش قولي متى जो فقانا متى عياني شو نروح شو قلبي नींद में भी लबों पे नाम है तेरा बन के मैं रहूं तेरी परछाई. ഞാൻ ഖുർആൻ ഖാദറിൻ്റെയും ചിത്തുമ്മയുടെയും ഇളയ മകളായ 8ാമത്തെ പെണ്ണാണ് ഞാൻ, സൗദ. എൻ്റെ ഹസ്ബൻഡ് 5ാം പറ്റിക്കൽ അബൂബക്കർ. 2 മക്കളാണ്. മൂത്തത് ഹാഫിസ്, അതിൻ്റെ വൈഫ് സൈദ, മകൻ ഹാസി, പിന്നെ 2ാമത്തെ മകൻ ഡോക്ടർ ഹാരിസ്. ഉദ്ദേശിച്ചിരുന്നില്ല മക്കളുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ കണ്ടു പോയി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. मदानिया
മസ്താനിയാ മുമ്പിൽ ഖുറാൻ ഖാദർ ചിത്തു ദമ്പതികളുടെ 9ാമത്തെ സന്തതിയും മൂത്ത പുത്രനുമാണ് എൻ്റെ ആച്ചി ഇക്കെ വീരാൻ, മുച്ചി സൈനബ. ഞങ്ങൾ 3 മക്കള്. ഞാൻ മൂത്തത് ഹാരിസ്, എൻ്റെ ഭാര്യ ടാനിയ, 2 കുട്ടികൾ ആര്യനും അർമാനും, 2 പേരും ഇവിടെ ഇല്ല. എൻ്റെ പെങ്ങള് ഹസീന അമേരിക്കയിലാണ്, അവളുടെ ഭർത്താവ് ഷമീൻ, അവരുടെ 2 കുട്ടികൾ നോറ, മീര, അവരെല്ലാം അമേരിക്കയിലാണ്. പിന്നെ ഇളയവള് കുഞ്ചി എന്ന് വിളിക്കുന്ന ഹസ്ന, അവള് ബാംഗ്ലൂരാണ്, അവളുടെ മോള് സമാന. അവരാരും ഇവിടെ ഇല്ല. ഞങ്ങൾ അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയേക്കണ പോലെ കരുതണം. എന്തായാലും ഇൻഷാ അല്ലാഹ് കണ്ടതിൽ എല്ലാവരും കണ്ടതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ മകൻ 10ാമത്തെ സന്തതിയുടെ ഫാമിലിയാണ്. ഞാൻ അബ്ദുൽ ഗഫൂർ, എൻ്റെ ഭാര്യ ദിലാറ. ചെറിയ കൺഫ്യൂഷൻ. नहीं जाना मेरे माए मैं दिनाल नहीं जाना, नहीं जाना, नहीं जाना मेरे माए मैं दिनाल नहीं जाना. पहली बार मैंने दौर लेने आ गया, पहली बार मैंने दौर लेने आ गया. दिनाल मेरी जानिया वाला कुंडा चुकिया ना जाए, मुंह बोले ना जाए, कुंडा खोले ना जाए. दियोर वे दियोर दे दिल दा चोर मैं